السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 21 വരെയുള്ള വചനങ്ങളും അതിൻ്റെ തഫ്സീറുകളുമാണ്. ആ സൂറത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലവും ഓരോ ആയത്തുകളും എന്തിനു വേണ്ടിയാണോ അല്ലാഹു തആല ഇറക്കിയത് എന്നും നമ്മൾ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്ത്രീകളുടെ മഹർ, അതായത് മഹർ തിരിച്ചു വാങ്ങുന്നതിനുള്ള വിലക്ക്, അതായത് നിങ്ങൾ പരസ്പരം അടുത്തിടപഴകുകയും അവർ നിങ്ങളിൽ നിന്ന് ശക്തമായ കരാർ വാങ്ങുകയും ചെയ്തിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് മഹർ തിരിച്ചു വാങ്ങുക? അതായത് ഇസ്ലാമിൻ്റെ മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ പുരുഷന്മാർ ഭാര്യമാരെ ഒഴിവാക്കുമ്പോൾ അവർക്ക് നൽകിയ മഹർ, അതായത് വിവാഹമൂല്യം, പല കാരണങ്ങൾ പറഞ്ഞ് ബലമായി തിരിച്ചു വാങ്ങിയിരുന്നു. ഇതിനെ തിരുത്താനാണ് ഈ സൂക്തം അല്ലാഹു തആല അവതരിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മൾ 22-ാമത്തെ ആയത്തിലേക്ക് കിടക്കുകയാണ്. ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا. അപ്പോൾ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത് വലാ തൻകിഹു മാ നകഹ ആബാഉക്കും, അതായത് നിങ്ങളുടെ പിതാക്കൾ വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. മിനൻ നിസായി ഇല്ലാ മാ ഖദ് സലഫ ഇന്നഹു കാന ഫാഹിഷതൻ വ മഖതൻ വ സാഅ സബീല, മുമ്പ് കഴിഞ്ഞു പോയതൊഴിച്ച് തീർച്ചയായും അതൊരു അശ്ലീലവും വെറുക്കപ്പെട്ടതുമായ കാര്യവും ചീത്തയായൊരു മാർഗവുമാകുന്നു എന്നാണ് 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. അതായത് ജാഹിലിയ കാലത്ത് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അയാളുടെ ഭാര്യയെ മകൻ അല്ലെങ്കിൽ മറ്റ് അടുത്ത ബന്ധുക്കൾ ഒരു സ്വത്ത് പോലെ അവകാശപ്പെട്ടിരുന്നു. സ്വന്തം രണ്ടാനമ്മയെ മകൻ വിവാഹം കഴിക്കുന്ന രീതി അക്കാലത്ത് നിലനിന്നിരുന്നു. പിതാവ് വിവാഹം കഴിച്ച സ്ത്രീയെ, അതായത് അമ്മ അല്ലെങ്കിൽ രണ്ടാനമ്മ, മകൻ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം കർശനമായി നിരോധിച്ചു. ഈ നിയമം വരുന്നതിന് മുമ്പ് അറിവില്ലായ്മയിൽ സംഭവിച്ചു പോയതിൽ കുറ്റമില്ല. അതാണ് ഇല്ലല്ലാ മാ ഖദ് സലഫ്. ഈ പ്രവൃത്തി കുടുംബ ബന്ധങ്ങളുടെ പവിത്രത തകർക്കുന്ന ഒന്നായതുകൊണ്ട് ഇതിനെ അങ്ങേയറ്റം മേച്ഛമായ കാര്യമെന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. അടുത്തതായി ഇൻഷാ അല്ലാഹ് നമുക്ക് 23-ാമത്തെ ആയത്തൊന്ന് കേട്ടു നോക്കാം. حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم
نسائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. അപ്പോൾ എന്താണ് 23-ാമത്തെ ആയത്ത് നമ്മൾ കേട്ടത്? അതായത് കുറച്ച് വലിയൊരു ആയത്താണിത്. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖ്വാത്തുക്കും, അതായത് നിങ്ങളുടെ മാതാക്കൾ, അതുപോലെ തന്നെ പുത്രിമാർ, സഹോദരിമാർ, വ അഖ്വാത്തുക്കും വ അമനാക്കും ഖല്ലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി ഐക്കുമുല്ലത്തി, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, സഹോദരപുത്രിമാർ, സഹോദരി പുത്രിമാർ, നിങ്ങളെ മുലകുടിപ്പിച്ച മാതാക്കള്, മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാർ, അതുപോലെ തന്നെ ഭാര്യമാരുടെ മാതാക്കള്, നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെട്ടുള്ള ഭാര്യമാരിൽ ജനിച്ചവരും നിങ്ങളുടെ സംരക്ഷണത്തിലുള്ളവരുമായ വളർത്തുപുത്രിമാര് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ കുറ്റമില്ല. നിങ്ങളുടെ സ്വന്തം പുത്രന്മാരുടെ ഭാര്യമാർ എന്നിവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, അന്നൊക്കെ അതായത് ഇരുണ്ട കാലഘട്ടം എന്ന് കേട്ടിട്ടില്ലേ? അതായത് ജനങ്ങൾക്ക് സത്യം എന്താണെന്നും അസത്യം എന്താണെന്നും തിരിച്ചറിയാത്ത കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവും വിശുദ്ധ ഖുർആന്റെ അവതരണമൊക്കെ നടക്കുന്നത്. അങ്ങനെ അത് അവർക്ക് നിഷിദ്ധമാക്കുകയാണ്. അവിടെ വെച്ച് 2 സഹോദരിമാരെ ഒന്നിച്ച് ഭാര്യമാരാക്കുന്നതും വിലക്കപ്പെട്ടിരിക്കുന്നു, മുമ്പ് കഴിഞ്ഞു പോയതൊഴിച്ച്. അതായത് ഇതിൻ്റെ മുമ്പ് അറിവില്ലാതെ ചെയ്തവർക്ക് അള്ളാഹു എന്ത് ചെയ്തിരിക്കണു? പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു എന്നാണ് അള്ളാഹു തആല വ്യക്തമാക്കുന്നത്. എത്രത്തോളം വ്യക്തമായിട്ടാണ് ഓരോ ആയത്തുകളും എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിൽ നിയമങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നീട് ഓരോ ആയത്തിലൂടെ. പക്ഷേ നമുക്ക് ചിന്തിക്കാം, വിശുദ്ധ ഖുർആൻ ഇതിൽ പറയുന്നുണ്ട് ഇനി അള്ളാഹുവിൻ്റെ അടുത്ത വചനം വരുന്നതിന് മുമ്പായിട്ട് ഉള്ള അതുവരെയുള്ള നിയമം അത്. പിന്നെ അള്ളാഹു താല എന്ത് ചെയ്തിരിക്കണു? പിന്നീട് വചനങ്ങൾ മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ അള്ളാഹു താല ഈ വിവാഹത്തിൻ്റെ നിക്കാഹിനെ കുറിച്ചിട്ടൊക്കെ പിന്നീടും പല ആയത്തുകളും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇതിൻ്റെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ തഫ്സീർ എന്താന്ന് പറഞ്ഞാൽ, സ്വന്തം അമ്മ, മക്കൾ, സഹോദരി, അമ്മായിമാർ, ഉമ്മയുടെയും വാപ്പയുടെയും സഹോദരിമാർ, അനന്തരാശുകൾ, അവിടുത്തെ ആണ് പെണ്ണ് സഹോദരങ്ങളുടെ മക്കൾ, അതുപോലെ മുലകുടി ബന്ധമുള്ളവർ, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ വിവാഹബന്ധം അമ്മായിയമ്മ, സ്വന്തം മകൻ്റെ ഭാര്യ, മരുമകൾ ഭാര്യയുമായി ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പിൻപത്തെ ഭർത്താവിലുള്ള മക്കൾ, ഇവരൊക്കെ ഹറാമാണ്. കൂടാതെ 2 സഹോദരിമാരെ ഒരേ സമയം ഒരാൾക്ക് വിവാഹം കഴിക്കാനും പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല വ്യക്തമാക്കി തരികയാണ്. ഇനി നമുക്ക് 24-ാമത്തെ ആയത്ത് കൂടി ഒന്ന് കേട്ടു നോക്കാം. അതായത് ഇതിൽ ഒരുപാട് നിയമങ്ങളാണ് പറയുന്നത്. ഇത്രത്തോളം ഒരു ജീവിതത്തിൽ മനുഷ്യന്മാരെ ഉപകാരപ്പെട്ട നിയമങ്ങൾ വിവാഹ ജീവിതത്തിൽ ഈ വിശുദ്ധ ഖുർആനിലല്ലാതെ എവിടെ നമുക്ക് കാണാൻ സാധിക്കുക? അപ്പോൾ 24 നമുക്കൊന്ന് കേട്ടോക്കാം. والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما. അപ്പോൾ 24-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു, വൽ മുഹസ്സനാതു മിനൻ നിസാഇ ഇല്ലാ മാ മലകത് അയ്മാനുക്കും, മറ്റൊരു ഭർത്താവിൻ്റെ കീഴിലുള്ള വിവാഹിതരായ സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധം തന്നെയാണ്. നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരൊഴികെ, അതായത് യുദ്ധ തടവുകാരികൾ. ഇത് അള്ളാഹു നിങ്ങളുടെ മേൽ രേഖപ്പെടുത്തിയ നിയമമാകുന്നു. ഇവർക്കൊഴികെയുള്ള സ്ത്രീകളെ വ്യഭിചാരത്തിലാകാതെ വിവാഹപൂർവം നിങ്ങളുടെ ധനം നൽകി, അതായത് മഹർ നൽകി തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു.
ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് എല്ലാതിൻ്റെയും പശ്ചാത്തലം കൂടി നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഇത് ഓരോ ആയത്ത് കേട്ട് കഴിഞ്ഞാലും നമുക്ക് എന്താവും, അയ്യോ ഇതെന്താ ഈ ഇസ്ലാം പറയുന്നത്, ഇങ്ങനെ ഡൗട്ട് തോന്നും. അപ്പൊ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ, ഔത്വാസ് യുദ്ധം എന്ന് പറയും, ഹുനൈൻ അല്ലെങ്കിൽ ഔത്വാസ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ച യുദ്ധ തടവുകാരികളിൽ ചിലർക്ക് അവിശ്വാസികളായ ഭർത്താക്കന്മാർ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളെ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കാമോ എന്ന സംശയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നതോടെ അവരുടെ മുമ്പത്തെ വിവാഹബന്ധം അസാധുവാകുന്നു എന്ന് ഈ സൂക്തം വ്യക്തമാക്കി. ജീവിച്ചിരിക്കുന്ന മറ്റൊരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പൂർണ്ണമായും ഹറാമാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ ലിസ്റ്റിൽപ്പെടാത്ത ഏത് സ്ത്രീകളെയും മാന്യമായി മഹർ നൽകി വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. രഹസ്യബന്ധങ്ങളോ വ്യഭിചാരമോ പാടില്ലെന്നും വിവാഹം മൂല്യവത്തായ ഒന്നായിരിക്കണമെന്നും അല്ലാഹു തആല ഇവിടെ കൽപ്പിക്കുന്നു. ഇത് പൂർണ്ണമായി മനസ്സിലാക്കിയാലേ ഇസ്ലാം എന്താണ് ജനങ്ങളിലേക്ക് വ്യക്തമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇതുവരെ ഇപ്പോൾ നമ്മൾ 24 വരെ ആയത്തുകൾ എടുത്തു. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പഠിക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.